വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. ഇന്നും ഞാൻ പറയുന്നത് ലാസ്റ്റ് ദിവസം പറഞ്ഞ ഒരു ബിസിനസ് ഓണേഴ്സിന് വേണ്ടി മാത്രമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നും ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്. ലൈക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ട്രാക്ക് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്താലും ട്രാക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ എങ്ങനെ ട്രാക്ക് ചെയ്യണം എന്ന് കൂടി പറഞ്ഞു തരണ്ടേ, നല്ല അതൊരു കംപ്ലീറ്റ് ആവുള്ളൂ. ലൈക്ക് ട്രാക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും എങ്ങനെ ട്രാക്ക് ചെയ്യണം എന്നുള്ളത് എനിക്ക് ചിലപ്പോൾ എല്ലാം അറിയാമായിരിക്കും, പക്ഷേ എല്ലാവർക്കും അറിയണമെന്നില്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾ ഇപ്പം ഓർഗാനിക്കലിയുള്ള സോഷ്യൽ മീഡിയ ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ SEO ചെയ്യുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് പലതും പല രീതിയിലാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പം SEOയുടെ റിസൾട്ട്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, നമ്മുടെ സൈറ്റ് ഗൂഗിളിൽ വരും, പലതും ടൈപ്പ് ചെയ്യാൻ വരും, അങ്ങനെ പലതും കമ്മിറ്റ് ചെയ്തിട്ടായിരിക്കും വർക്കുകളൊക്കെ ആളുകൾ എടുത്തും ചെയ്യുന്നതും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും. അപ്പോൾ എങ്ങനെ ട്രാക്ക് ചെയ്യും? ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ എന്ത് സാധനം നമുക്ക് ഗൂഗിളിൽ അനലിറ്റിക്സ് എന്നൊരു ടൂളുണ്ട്, നമുക്കൊരു 80% ആക്യുറസി തരുന്ന ഒരു നല്ല ടൂളാണ്. അത് വെച്ചിട്ട് നമുക്ക് SEO ട്രാക്ക് ചെയ്യാം. SEO മാത്രമല്ല, അത് വെച്ച് ഗൂഗിൾ ആഡ്സും ട്രാക്ക് ചെയ്യാം. ബട്ട് ഗൂഗിൾ ആഡ്സ് ട്രാക്ക് ചെയ്യാൻ ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം SEOയുടെ റിസൾട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ടൂള് അനലറ്റിക്സ് ആണ്. രണ്ടാമത്തെ ടൂള് കൺസോളാണ്. നമുക്ക് ഇതിനകത്ത് ഭയങ്കര എക്സ്പേർട്ടൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആസ് എ ബിസിനസ് ഓണർക്ക് ഇതിൽ എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഹൈ എൻഡ് വ്യൂ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ജസ്റ്റ് നോക്കുക, അതിൻ്റെ ഒരു ഗ്രോത്തും പ്രോഗ്രസ്സും നോക്കുക, എത്ര ആളുകൾ വന്നു, കഴിഞ്ഞ മാസം എത്രയാണ്, ഈ മാസം എത്രയാണ് വന്നിരിക്കുന്നത്. ഇതേ സാധനം കൺസോളിൽ പോയി നോക്കുക, എത്രത്തോളം ആളുകൾ വന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സാധനം. അത് ഭയങ്കര സിമ്പിളായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഈ രണ്ട് ടൂളും ഒരു ബേസ് ലൈൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SEOയുടെ റിസൾട്ടുകൾ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആഡ്സിനകത്ത് ഗൂഗിൾ ആഡ്സിൻ്റേതായ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട് ഗൂഗിൾ ആഡ്സിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നവരാണെങ്കിൽ, ഏജൻസി വഴി ചെയ്യുന്നതാണെങ്കിൽ രണ്ട് രീതിയിൽ ട്രാക്ക് ചെയ്യാം. ഒന്ന് മാനുവലി, ഞാനെപ്പോഴും മാനുവലി ഞാൻ പറയുള്ളൂ. മാനുവലി എന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവരിത്തിങ് നിങ്ങൾ ട്രാക്ക് ചെയ്യണം എന്നുള്ളതല്ല എൻ്റെ പോയിൻറ്റ്. ബട്ട് ഒരു ഹൈ എൻഡ് വ്യൂ നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾ ഗൂഗിൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ KPI, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, അതിന് എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ലീഡ് കിട്ടുക എന്നൊരു ഫോം ലീഡ് പോലെ ആളുകൾ ഫോം സബ്മിറ്റ് ചെയ്യാന്നുള്ളത്, ചിലപ്പോൾ കോൾസ് വിളിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വാട്സപ്പ് അയക്കുക എന്നുള്ളതായിരിക്കാം, ഇല്ലെങ്കിൽ ഇമെയിൽ അയക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു മന്തിൻ്റെലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എത്രയെണ്ണം കിട്ടി, കഴിഞ്ഞ മാസം എത്രയായിരുന്നു, ഇപ്പോൾ എത്ര കിട്ടി, എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹൈ എൻഡ് വ്യൂ നിങ്ങളുടെ ഉണ്ടായിരിക്കണം. ഇനി സെയിം വേ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഓർഗാനിക്കിലേക്കും പെയ്ഡിലേക്കും പോയാൽ, ഓർഗാനിക്കിലാണെങ്കിൽ നമുക്ക് എത്രത്തോളം ആക്ടിവിറ്റീസ് നടന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് അറിയാൻ പറ്റും. ബട്ട് അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. അപ്പം ഏജൻസി വഴിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഡാറ്റ വാങ്ങുക, ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പം കഴിഞ്ഞ മാസത്തെ ഈ മാസത്തെ കമ്പാരിസൺ നടത്തുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ലീഡൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എത്ര ലീഡ് കിട്ടി, എത്ര കോസ്റ്റായി, അങ്ങനെ ഒരു ഹൈ എൻഡ് വ്യൂ നമ്മൾ എന്തായാലും നടത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രാക്കിങ് പക്കയാണെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പയിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആണെന്നോ, അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ട്രാക്കിങ് ഉണ്ടെങ്കിലും ഇതെങ്ങനെ ചെയ്യണം, ഏതൊക്കെ ടൂൾസ് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിതെല്ലാം ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, വേറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിന് ഞാൻ പ്രയോറിറ്റൈസേഷൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോയും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് മാത്രമായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ എല്ലാം ഒക്കെ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിന് റിലേറ്റഡ് വീഡിയോ ആയിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു.